ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ റിസൾട്ട് ഒന്നും കാണുന്നില്ല എന്നുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ, അതായത് കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ്, സ്കിൻ കെയറിൽ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഞാൻ പറയാൻ പോകുന്നത്, കോമൺ ആയിട്ട് ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്സ് വിച്ച് റൂയിൻസ് യുവർ സ്കിൻ കെയർ. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ മിസ്റ്റേക്സിൽ നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിർത്തിക്കോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ മിസ്റ്റേക്സ് തുടങ്ങാം. ഒന്നാമത്തെ മിസ്റ്റേക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് മെയിൻലി ബോയ്സ് ആയിരിക്കും ചെയ്യാൻ ചാൻസ് കൂടുതൽ. ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. സംഭവം മറ്റൊന്നുമല്ല, സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫേസ് വാഷ് ഒക്കെ മേടിച്ച് 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ കുളിക്കാൻ കയറുമ്പോൾ മെഡിമിക്സ്, പിയേഴ്സ്, ലൈഫ് ബോയ് ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മുഖം കഴുകും. ഗൈസ്, നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ ഇന്ന് തൊട്ട് ഈ പരിപാടി നിർത്തിക്കോ. സോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ച് നിങ്ങൾ മുഖം കഴുകാനേ നിൽക്കരുത്. ബിക്കോസ് സോപ്പിന്റെ pH ഭയങ്കര ഹൈ ആണ്. സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് മുഖം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിന്റെ സ്കിൻ ബാരിയർ ഈസി ആയിട്ട് അത് ഡാമേജ് ചെയ്യും. സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നവർ കുരു വരുന്നത് ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരു വന്നിട്ടില്ലെങ്കിലേ ഉള്ളൂ. കാരണം സോപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഡ്രൈ ആവും. അപ്പൊ നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂലം നമുക്ക് ആക്നെ, നല്ലതുപോലെ കുരു വരും. എന്നിട്ട് കുരു വരുന്നതിന് ഫേസ് വാഷിനെ കുറ്റം പറയും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്ന എന്റെ കൂട്ടുകാരോടും എല്ലാവരോടും, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഇന്ന് തൊട്ട് ആ പരിപാടി നിർത്തിക്കോ. സോപ്പ് നിങ്ങളുടെ ഫേസ് കഴുകാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, ഫേസിന് വേണ്ടി എക്സാക്ട്ലി ഡിസൈൻഡ് ആയിട്ടുള്ള കുറെ പുതിയ സോപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ട്, pH ഒക്കെ കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ നോർമൽ, ഇപ്പം സാധാരണ എല്ലാവരും വീട്ടിൽ കാണുന്ന സോപ്പ് ഏതൊക്കെയാ, ലൈഫ് ബോയ്, മെഡിമിക്സ്, പിയേഴ്സ്, ഇങ്ങനത്തെ സോപ്പുകളൊക്കെ അല്ലേ. ഈ സാധനം ഒന്നും ഫേസിൽ ഉപയോഗിക്കാനുള്ളതല്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഓയിലി സ്കിന്നുകാരനായിട്ടുള്ള ഞാൻ വരുത്തിക്കൊണ്ടിരുന്ന മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് നമ്പർ 2. ഞാൻ ഓയിലി സ്കിന്നുകാരനാണ്, അതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ മാത്രമായിരിക്കില്ല, ഈ വീഡിയോ കാണുന്നതിൽ പലരും ചെയ്യുന്ന പരിപാടിയായിരിക്കും. ഓയിലി സ്കിൻ ആയാലും ഏത് സ്കിൻ ആയാലും സ്കിന്നിന് ഹൈഡ്രേഷൻ വേണം. സോ മോയ്സ്ചറൈസർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലെങ്കിലും എന്താണ് ഉണ്ടാവുന്നത്? സ്കിൻ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെന്താ ഉണ്ടാവുക കുറച്ചു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഗൈസ്, ഓയിലി സ്കിന്നുകാരായതുകൊണ്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വേണ്ട എന്നുള്ള മിത്ത് ഇപ്പൊ തന്നെ നിർത്തിക്കൊള്ളുക. പിന്നെ ഓയിലി സ്കിന്നുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യുക. ഞാൻ പേഴ്സണലി ഒരു ഓയിലി സ്കിന്നുകാരനായതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി നാളുകളായിട്ട് ഉപയോഗിക്കുന്ന, എനിക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പൊ ഓയിലി സ്കിന്നുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു മോയ്സ്ചറൈസർ സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. ഇനി മോയ്സ്ചറൈസർ ഉപയോഗിക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. ഓക്കെ, മൂന്നാമത്തെ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുന്നത്. ഞാനടക്കം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതിന്റെ റിസൾട്ട് എന്റെ ഫേസിലും കയ്യിലും ഒക്കെ അറിയാണ്ട്. ബിക്കോസ് എന്റെ ഫേസിന്റെ കളർ ഡിഫറെന്റ് ആണ്, എന്റെ കൈയിന്റെ കളർ ഡിഫറെന്റ് ആണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു അൺഈവൻ ആയിട്ടാണ് എന്റെ സ്കിൻ മൊത്തത്തിൽ കിടക്കുന്നത്. ബിക്കോസ് ഞാൻ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം അവോയ്ഡ് ചെയ്തതുകൊണ്ട്. നിങ്ങളൊരു 10 സ്റ്റെപ്പ് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് മൊത്തം ചെയ്തത് വേസ്റ്റ് ആണ്, ഒരു കാര്യം ഉണ്ടാവില്ല. സോ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങുക. സൺസ്ക്രീൻ സത്യം പറഞ്ഞ ഒരു അടിത്തറ പോലെയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ എല്ലാം പോയി എന്നും പറഞ്ഞ് പല ക്രിയേറ്റേഴ്സും പറയുന്ന പോലെ മറ്റേ മമിത ബൈജു ഇങ്ങനെ മാറി അല്ലെങ്കിൽ നസ്ലിൻ ഇങ്ങനെ മാറി, അതിന് സൺസ്ക്രീൻ ആണ് ഉപയോഗിച്ചത് എന്നുള്ള ഡയലോഗ് അല്ല. സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ മാറാനൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ സ്കിൻ കെയർ എല്ലാം ചെയ്യുന്നതിന്റെ ഒരു ബാക്ക് ബോൺ ആണ് സൺസ്ക്രീൻ. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കുറവായിരിക്കും. അതേപോലെ തന്നെ ഓരോ ദിവസം നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴും നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ പിഗ്മെന്റഡ് ആയിട്ടും അൺഈവൻ ആയിട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ റിസൾട്ട് എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പൊ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ഇതെല്ലാത്തിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, സൺസ്ക്രീൻ ഒരു അടിത്തറയാണ്. പക്ഷെങ്കിൽ അടിത്തറ മാത്രം കിട്ടിയോണ്ട് വീടാവുമോ? അല്ലെങ്കിൽ വീടിന്റെ മോൾ ഭാഗം മാത്രം വെച്ചാൽ മതിയോ? നമുക്ക് അടിത്തറ വേണ്ടേ എന്ന് പറയുന്ന പോലെയാണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സൺസ്ക്രീൻ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് സൺസ്ക്രീൻ അല്ല നിങ്ങളെ ഭയങ്കര സംഭവമാക്കുന്നത്. പല ക്രിയേറ്റേഴ്സും അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ആഡ് ഓൺ ചെയ്യാണ്, ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോയി ഈ ഒരു ട്രെക്കിങ്ങിന് കയറാൻ പോവാണ്, നമ്മൾ വെയിലടിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചേച്ചി ആയിരിക്കും സൺസ്ക്രീൻ കൊണ്ടുവരുന്ന ആള് അന്നൊക്കെ. അപ്പം വേഗം ചെന്നിട്ട് ചേച്ചീന്റെ ആ സൺസ്ക്രീൻ എന്താണ്, നമുക്ക് കറക്റ്റ് ആണോ ഒന്നും നോക്കില്ല, എടുത്തങ്ങ് ഇടും. ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ട്സിന്റെ നേരെ പോയി മേടിച്ചിട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്യരുത് ദയവ് ചെയ്ത്. നിങ്ങൾ അതിനും ബെറ്റർ ഒന്നും തേക്കാതിരിക്കുകയാണ് നല്ലത്. ബിക്കോസ് നമുക്കറിയില്ല ഈ പ്രൊഡക്റ്റ് നമുക്ക് സ്യൂട്ട് ആണോ എന്ന്. നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് പോലും ചെയ്യാത്ത പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് വാരി വലിച്ച് തേച്ച് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ സ്കിൻ എന്താവും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. കാരണം അങ്ങനെ ചെയ്ത് പണി കിട്ടിയ ഒത്തിരി പേരുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ മുഖം ഫുള്ള് കുരുവായേക്കാം, ഫുള്ള് ബേൺ ഔട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി അടുത്ത മോസ്റ്റ് കോമൺ ആയിട്ട് കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ഹോം റെമഡീസ്. ഹോം റെമഡീസ് ചെയ്യുന്നത് തെറ്റാണെന്ന് കംപ്ലീറ്റ്ലി പറയല്ല, പക്ഷേങ്കിൽ നാച്ചുറൽ ആയതുകൊണ്ട് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് പറയാണ്, നാച്ചുറൽ ഡസന്റ് മീൻസ് ഇറ്റ് സേഫ്.
അത് ആദ്യം മനസ്സിലാക്കുക. നാച്ചുറൽ ആണ്, അതുകൊണ്ട് സേഫ് ആണ് എന്ന് കരുതി നിങ്ങൾ കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഹോം റെമഡി ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാരുടെ ഹോം റെമഡീസിൽ എപ്പോഴും കാണും ഒരു നാരങ്ങ. ഈ നാരങ്ങ ഒന്നും ആക്ച്വലി നമ്മുടെ മുഖത്തെടുത്ത് തേക്കാൻ പാടില്ല. ആസിഡ് ആണ്, നമ്മുടെ ബാരിയർ നശിപ്പിക്കും. സോ ആ വക ഹോം റെമഡീസ് ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഞാനും പേഴ്സണലി ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേങ്കിൽ കുറച്ച് ശ്രദ്ധയോടുകൂടി നമ്മുടെ ഫേസിന് കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളൂ. നാച്ചുറൽ ആണ്, അതുകൊണ്ട് സേഫ് ആണെന്ന് വിചാരിച്ച് ചെയ്ത് പണി കിട്ടിയ ഒത്തിരി ആൾക്കാരുണ്ട്. അത് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദയവേത് കണ്ട ഹോം റെമഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ റൺ ആവുന്ന സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടാക്കി തേച്ച് പണി കിട്ടാതിരിക്കുക. നമ്മൾ ഒന്നില്ലെങ്കിലും 2026 ഇപ്പൊ ജീവിക്കുന്നത്. ചാറ്റ് GPT ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരു ഹോം റെമഡി കാണുവാണ്, നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് GPTയോട് ചോദിക്കുക. ഞാനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാറ്റ് GPT എന്റെ സ്കിൻ ഇന്നതാണ്, അപ്പം ഈ ഹോം റെമഡി, അതായത് ഈ സാധനങ്ങൾ, തൈര്, മറ്റേ നാരങ്ങ, കാപ്പിപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഈ ഹോം റെമഡി തേച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ടോ? ഇതിലേതെങ്കിലും എൻ്റെ ഓയിലി സ്കിന്നുകാരനായിട്ടുള്ള എനിക്ക് പ്രശ്നമുള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്രീഫ് നമുക്ക് പറഞ്ഞു തരും ചാറ്റ് GPT. സോ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സേഫ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കണ്ട ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ. സോ അടുത്ത 5ാമത്തെ മിസ്റ്റേക്ക് ആണ് മോസ്റ്റ് കോമൺ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഒരു 99% ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണിത്, ഓവർ എക്സ്പെക്ടേഷൻ. ഇതിന് ആക്ച്വലി നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല, സോഷ്യൽ മീഡിയ അഥവാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയാണ് ഞാൻ കുറ്റം പറയത്തുള്ളൂ. 7 ദിവസം കൊണ്ട് മറ്റേതാവും, മറിച്ചതാവും, മറ്റേത് മാറും, ഇത് മാറും, നിങ്ങൾ മറ്റേതാവും, സെലിബ്രിറ്റി ആവും എന്നൊക്കെ പറയുന്നവന്മാര് കാരണമാണ് നിങ്ങൾക്ക് ഈ ഓവർ എക്സ്പെക്ടേഷൻ വരുന്നത്. ഗൈസ്, ഉള്ളത് പറയാലോ, ഫ്രം മൈ എക്സ്പീരിയൻസ്, അതേപോലെ സയന്റിഫിക് ഡാറ്റ, ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു പ്രൊഡക്ട്സും നിങ്ങൾ ഒരു 7 ദിവസം കൊണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. അതായത് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ഫേസ് വാഷ് മാത്രമാണോ? അല്ല. ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു സിറം അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ മാത്രമാണോ? അല്ല. ഇത് ശരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിം അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് പോലെയാണ്. ബോഡി ബിൽഡിംഗ് എങ്ങനെയാണ്? അത് നമ്മൾ ജിമ്മിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണോ? അല്ല. അതിന്റെ പുറകിൽ ഡയറ്റ് ഉണ്ട്, പിന്നെ കറക്റ്റ് സ്ലീപ്പ് ഉണ്ട്, ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്, വർക്കൗട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ. എന്ന് പറയുന്ന പോലെ തന്നെ ഈ സ്കിന്നൊക്കെ ഒന്ന് റെഡി ആവണമെങ്കിൽ, സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിലൊക്കെ റിസൾട്ട് കാണണമെങ്കിൽ അതിൽ ഡയറ്റ്, നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, റൂട്ടീൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് തേച്ചത് കൊണ്ട് 7 ദിവസം കൊണ്ട് നിങ്ങൾ മാറത്തില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക്. ഇതാണ് റിയാലിറ്റി. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് സ്കിൻ കെയർ ചെയ്യുക. നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്തു, അതിൻ്റെ കൂടെ ഡയറ്റ് ഫോളോ ചെയ്തു, കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി, കറക്റ്റ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി, നല്ലൊരു ഡയറ്റ്, ഇതെല്ലാം കൂടെ കവറപ്പ് ആവുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുക, വിച്ച് ടേക്സ് ടൈം. എനിക്ക് 7 മാസമൊക്കെ എടുത്തു റിസൾട്ട് കിട്ടാൻ. എന്റെയൊക്കെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലം ഞാൻ ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങുന്നത് ഫിഷിംഗ് ഫ്രീക്സ്, നമ്മുടെ സെബിൻ സിയറാക്കിന്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ മൂസ്റ്റാക്കിന്റെ ഫേസ് വാഷ് പറഞ്ഞു തരുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ മേടിച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം റിസൾട്ട് കിട്ടും, ഒന്നും ഉണ്ടായില്ല. 2-2.5 കൊല്ലം ഞാൻ വിചാരിച്ചു പുള്ളി പറഞ്ഞ പോലെ ആ ഫേസ് വാഷ് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടും, സ്കിന്ന് മാറും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ പോയി. ഒരു കാര്യം ഉണ്ടായില്ല. ഒത്തിരി കാര്യങ്ങൾ കൂടി വന്ന് ലൈഫ് സ്റ്റൈല്, വർക്കൗട്ട്, റൂട്ടീൻസ്, കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് എല്ലാം ഫോക്കസ് ചെയ്ത് അതിന്റെ കൂടെ നല്ല പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് വന്നപ്പോഴാണ് എനിക്കൊരു റിസൾട്ട് എന്നുള്ള രീതിയിൽ കാണാൻ തുടങ്ങിയത്. എൻ്റെ സ്കിൻ ആക്ച്വലി എൻ്റെ നെറ്റിയൊക്കെ കാണണമായിരുന്നു ഗൈസ്. കുരു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പിരിപിരാന്ത് കുരുവായിരുന്നു. എന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ, സത്യം പറയാലോ, കല്യാണത്തിനൊക്കെ പോകാൻ പേടിയായിരുന്നു. ആൾക്കാർ എടാ നിന്റെ മുഖം നിറച്ചും കുരുവാണല്ലോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് സംഭവം ഇന്നാണെങ്കിൽ ഞാൻ നീ പോടാ പുല്ലേന്ന് പറഞ്ഞേനെ, എന്റെ പോത്ത കുരു നീ എന്തിനാ നോക്കുന്നതെന്ന് പറയും. പക്ഷെങ്കിൽ അന്ന് എനിക്ക് ഭയങ്കര അതൊരു ഭയങ്കര വിഷമമായിരുന്നു. പുറത്തിറങ്ങാനൊരു പേടിയായിരുന്നു. അപ്പൊ എന്താണ്, ഈ സയന്റിഫിക് ഒന്നും പറയുന്നില്ല, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ടൈം എടുക്കും ഗൈസ്. നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ നിർത്തിക്കൂടുക. 7 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്ന സാധനയെ വിട്ടേക്കുക. ടൈം എടുത്ത് നിങ്ങൾക്ക് ഒരു കൊല്ലമൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക. അപ്പോഴേക്കുമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. സോ ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്ക്. ഞാൻ എന്താണെങ്കിൽ ഒരു 10 മിസ്റ്റേക്സ് പറയാമെന്ന് വിചാരിച്ചാണ്, പക്ഷേങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ട് ഇവിടെ നിർത്തുവാണ്. അത് മാത്രമല്ല, ഇവിടെ നിർത്തുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇടുന്നത്. സോ ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണോ എന്ന ഡൗട്ടുള്ള ഏത് കാര്യങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതൊക്കെ കമന്റിൽ അറിയിക്കുക. സോ അതും കൂടെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്സും കൂടെ വെച്ചിട്ട് അടുത്ത പാർട്ട് 2 ഒരു 5 മിസ്റ്റേക്കും കൂടെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്താണെങ്കിലും ഇന്നത്തേക്ക് നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക. അപ്പൊ എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.